ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ SCERT തന്നെ എടുത്തിട്ടുള്ള നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഓപ്ഷൻ ബി നൈട്രജൻ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ ആണ് കേട്ടോ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാണ്? അത് ഓക്സിജൻ ആണ് കേട്ടോ. അത് ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. എന്നാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം അതേതാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ആർഗൺ എന്താണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകമാണ് ആർഗൺ എന്ന് പറയുന്നത് കേട്ടോ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഏതാണ്? അത് ആർഗൺ ആണ്. ഒന്നും കൂടെ പറയാം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? അത് നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഓക്സിജൻ ആണ്. ഇനി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? നമ്മുടെ ആർഗൺ ആണ്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇന്ന് ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. നമ്മുടെ സസ്യങ്ങൾ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? എപ്പോഴും പ്രിലിംസിലൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സസ്യങ്ങൾ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന ഒരു വാതകം ഏതാണ്? ഒരു വാതകമല്ല, സസ്യങ്ങൾ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അത് ഓക്സിജൻ ആണ് കേട്ടോ. സസ്യങ്ങൾ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. എന്നല്ലൊരു കാര്യം കൂടെ പറയാം, ഇവിടെ ഓർത്തിരിക്കുക. നമ്മുടെ ഈ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകർ ആരാണെന്ന് ചോദിക്കാം. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകർ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? പ്ലവകങ്ങളാണ് കേട്ടോ. പ്ലവകങ്ങൾ നമ്മുടെ SCERTയിൽ ഇങ്ങനെ ഒരു വേർഡ് കാണാം, പ്ലവകങ്ങൾ. അത് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരെയാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഈ ജലാശയങ്ങളിലൊക്കെ ഇങ്ങനെ മേലെ ഇങ്ങനെ പൊന്തിക്കിടക്കുന്ന ചെറിയ ചെറിയ സസ്യങ്ങളെ പറയുന്നതാണ് പ്ലവകങ്ങൾ എന്ന് കേട്ടോ. ഓർത്തിരിക്കുക. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? പ്ലവകങ്ങളാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കാം. ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെ എന്തു പറയുന്നു? ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? എന്ത് പേരിലാണ്? അത് ശവോപജീവികളാണ് അല്ലേ? ശവോപജീവികളാണ് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങൾ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ നോക്കാം. എന്താണ് പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയുന്നത്? ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന സസ്യങ്ങളെയാണ് പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയുന്നത്. പൂർണ്ണപരാഗങ്ങൾക്ക് ഉദാഹരണം എപ്പോഴും പഠിച്ചിരിക്കുക. മൂടില്ലാത്താളി റെഫ്ലേഷ്യയാണ് പൂർണ്ണപരാഗങ്ങൾക്ക് ഉദാഹരണം. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ അവരിയ്ക്കുന്ന സസ്യങ്ങളിൽ നിന്നും അവരെവിടെയാണോ ഇരിക്കുന്നത് ആ സസ്യത്തിൽ നിന്നും അതിൻ്റെ പോഷക ഘടകങ്ങൾക്ക് വലിച്ചെടുക്കുന്ന സസ്യങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയുന്നു. എക്സാമ്പിൾ ഓർത്തിരിക്കുക. മൂടില്ലാത്താളി, റെഫ്ലേഷ്യ തുടങ്ങിയവയാണ്. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ അർദ്ധപരാഗങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ഉദാഹരണം കൂടെ ഓർത്തിരിക്കുക. ഇത്തൽക്കണ്ണി, ചന്ദനം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ എവിടെയാണോ ഈ ഇത്തൽക്കണ്ണിയും ചന്ദനമൊക്കെ ഇരിക്കുന്നത് ആ സസ്യങ്ങളിൽ നിന്ന് എന്ത് മാത്രമേ വലിച്ചെടുക്കുള്ളൂ? ജലവും ലവണവും മാത്രമേ വലിച്ചെടുക്കുള്ളൂ. അവരെന്ത് ചെയ്യും? സ്വന്തമേ ആഹാരം നിർമ്മിച്ചോളൂ. ഇത്തൽക്കണ്ണിയും ചന്ദനമൊക്കെ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കും. എന്ത് മാത്രമേ എടുക്കുള്ളൂ? ജലവും ലവണവും മാത്രമേ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് അവരെടുക്കുള്ളൂ. അങ്ങനെയുള്ളവ എന്തെന്ന് പറയുന്നു? അർദ്ധപരാഗങ്ങൾ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളതിന് ഉദാഹരണം ഏതാണ്? ഇത്തൽക്കണ്ണി, ചന്ദനം മുതലായവയാണ്. ഇനി നമ്മൾ ശവോപജീവികൾ എന്ന് പറഞ്ഞല്ലോ. ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങൾ. അതിനുള്ള ഉദാഹരണമാണ് നിയോട്ടിയ, മോണോട്രോപ്പ. ഇതൊക്കെ പ്രിലിംസിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നിയോട്ടിയ, മോണോട്രോപ്പ എന്തിനാണ്? ശവോപജീവികൾക്ക് ഉദാഹരണമാണ്. ഇനിയാണ് നമ്മൾ എപ്പിഫൈറ്റ് എന്താണെന്ന് നോക്കാൻ പോകുന്നത്.
വാസസ്ഥലത്തിന് വേണ്ടിയിട്ട് മാത്രം സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എന്ന് പറയുന്നത് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. എന്താണ് വാസസ്ഥലത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഫുഡിനും ജലവും ലവണവും ഒന്നും വലിച്ചെടുക്കില്ല. അവർക്ക് വാസസ്ഥലത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് എപ്പിഫൈറ്റ് അവർ ആതിഥേയ സസ്യങ്ങളെ യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സസ്യങ്ങൾ എന്താണെന്ന് പറയുന്നത് എപ്പിഫൈറ്റുകൾ എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഓർക്കിഡുകൾ, മരവാഴ, ഇതെല്ലാം എപ്പിഫൈറ്റിന് ഉദാഹരണങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതേ കൂട്ടത്തിൽ തന്നെ നമ്മൾ വരാവുന്ന ഒരു ടൈപ്പ് ഈ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾക്ക് നിറം കൊടുക്കുന്ന വർണ്ണകങ്ങളെക്കുറിച്ച്. ഇലയ്ക്ക് പച്ച നിറം കൊടുക്കുന്നത് ആരാണെന്നല്ല അറിയാലോ, ഏത് വർണ്ണകമാണ്? അത് ഹരിതകമാണ് അല്ലേ, അത് ഹരിതകമാണ്. എന്നാൽ ചുവപ്പ് നിറം കൊടുക്കുന്നത്, ചുവപ്പ് നിറം ആരാണ് കൊടുക്കുന്നത്? അത് ആന്തോസയാനിനാണ് കേട്ടോ. ആന്തോസയാനിൻ ഇതിൻ്റെ കൂടെ എഴുതി വെക്കുക കേട്ടോ, അല്ലെങ്കിൽ അറിയുന്നവരാണെങ്കിൽ എഴുതി സമയം കളയണമെന്നില്ല. ഇനി ഓറഞ്ച് ആണെങ്കിൽ എന്ത് നിറം കൊടുക്കുന്നു? ഏത് വർണ്ണകമാണ്? കരോട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള വർണ്ണകമാണ് ഓറഞ്ച് നിറം നൽകുന്നത് കേട്ടോ. സസ്യങ്ങൾക്ക് ഓറഞ്ച്, വിവിധ ഭാഗങ്ങൾക്ക് ഓറഞ്ച് നിറം നൽകുന്നത് ഏതാണ്? കരോട്ടിനാണ്. ഇനി മഞ്ഞയാണെങ്കിൽ സാന്തോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള വർണ്ണകമാണ് കേട്ടോ. സാന്തോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള വർണ്ണകമാണ് സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾക്ക് നിറം കൊടുക്കുന്നത്. ഓർത്തിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ചുവപ്പ് ഏത് വർണ്ണകമാണ്? ആന്തോസയാനിൻ. ഓറഞ്ച് ആണെങ്കിലോ കരോട്ടിൻ, മഞ്ഞയാണെങ്കിലോ സാന്തോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള വർണ്ണകമാണ് മഞ്ഞ നിറം കൊടുക്കുന്നത് സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾക്ക്. അപ്പോൾ ഇത്രയും ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതി ഏതാണ്? മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ് ആണ് കേട്ടോ. ഹൈഡ്രോപോണിക്സ് ആണ് മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന രീതി. ഏതാണ്? ഹൈഡ്രോപോണിക്സ്. എന്താണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്? മണ്ണ് വെള്ളം ഇല്ലാതെയുള്ള കൃഷിയാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? ജലബാഷ്പമാണ് അവിടെ ഉപയോഗിക്കുന്നത്. മണ്ണും വെള്ളവും ഇല്ലാതെയുള്ള കൃഷിക്ക് എന്ത് പറയുന്നു? എയറോപോണിക്സ് എന്ന് പറയുന്നു. അവിടെ ഉപയോഗിക്കുന്നത് ജലബാഷ്പമാണ്. ഹൈഡ്രോപോണിക്സ് മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്നതാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ടതാണ്, നമ്മുടെ ഈ ഹൈഡ്രോപോണിക്സ് പറഞ്ഞല്ലോ, ഹൈഡ്രോപോണിക്സിൽ ഓർത്തിരിക്കുക, മണ്ണിന് പകരം പോഷക ലായനിയിലാണ് സസ്യങ്ങളെ വളർത്തുന്നത് കേട്ടോ. ഹൈഡ്രോപോണിക്സ് മണ്ണിന് പകരം പോഷക ലായനിയിലാണ് സസ്യങ്ങളെ വളർത്തുന്നത്. ഇത്രയും ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യമാണ് കായിക പ്രജനനം എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്നതിന് എന്ത് പറയുന്നു? കായിക പ്രജനനം എന്ന് പറയുന്നു കേട്ടോ. കായിക പ്രജനനം ഓർത്തിരിക്കണേ. കായിക പ്രജനനം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അങ്ങനെ തന്നെ ക്വസ്റ്റ്യനിൽ കാണാറുണ്ട് കേട്ടോ. കായിക പ്രജനനം സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായിട്ടുള്ള വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ രൂപപ്പെടുന്നതിന് എന്താണ് പറയുന്നത്? കായിക പ്രജനനം എന്നാണ് പറയുന്നത്. ഇനിയാണ് വിത്ത് വിതരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ SCERTയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ മാതൃസസ്യത്തിൽ നിന്നും ഈ വിത്തുകളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിനെയാണ് വിത്ത് വിതരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏതെല്ലാം വഴിയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൂപ്പൻ താടിയുടെ വിത്ത്, മഹാഗണിയുടെ വിത്ത് ഏത് വഴിയാണ് എത്തുന്നത്? കാറ്റ് വഴിയാണ് എത്തപ്പെടുന്നത്. നമ്മൾ ഇതിന് മുന്നത്തെ ഒരു ബയോളജി ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൂപ്പൻ താടി, മഹാഗണി ഏത് വഴിയാണ്? കാറ്റ് വഴിയാണ് വിത്ത് വിതരണം നടക്കുന്നത്. തെങ്ങാണെങ്കിലോ അത് ജലം വഴിയാണ് വിത്ത് വിതരണം നടക്കുന്നത്. ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല് തുടങ്ങിയവയാണെങ്കിൽ ജന്തുക്കൾ വഴിയാണ് അതിൻ്റെയൊക്കെ വിത്ത് വിതരണം നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക. വെണ്ട, കാശിത്തുമ്പ, റബ്ബർ എന്നിവയാണെങ്കിലോ പൊട്ടിത്തെറിച്ചിട്ടാണ് വിത്ത് വിതരണം നടക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഇവിടെ ഓർത്തിരിക്കണം കേട്ടോ. വിത്ത് വിതരണം ഏതെല്ലാം രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഓർത്തിരിക്കുക, നമ്മുടെ അതിലുള്ളതാണ് തായ് വേര്, നാര് വേര് പടലം മുതലായവ കേട്ടോ. എന്താണ് തായ് വേര് എന്ന് പറയുന്നത്? കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലിപ്പം കൂടിയ വേരിനെയാണ് തായ് വേര് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് മാവിൻ്റെ, പ്ലാവിൻ്റെയൊക്കെ വേരിന് എന്ത് പറയുന്നു? തായ് വേരാണെന്നാണ് പറയുന്നത് കേട്ടോ. കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലിപ്പം കൂടിയ വേരാണ് തായ് വേരെന്ന് പറയുന്നത്. നാരുവേര് പടലമാണെങ്കിൽ എന്താണ്? കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നും വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്നിട്ട് ഒരു വേര് പടലമാകുക. അതിനെയാണ് എന്ത് പറയുന്നത്? നാരുവേര് പടലം എന്ന് പറയുന്നത്. നമ്മൾ ഈ നെല്ല്, രാമച്ച, മുള അതിൻ്റെയൊക്കെ വേര് ഏത് ടൈപ്പാണ്? നാരുവേര് പടലമാണ് കേട്ടോ. അപ്പോൾ തായ് വേരും നാരുവേര് പടലത്തിൻ്റെ ഉദാഹരണങ്ങളും ഒന്ന് ഓർത്തിരിക്കട്ടോ. വീണ്ടും ഉണ്ട് കേട്ടോ കുറേ എണ്ണം.
മറ്റേ താങ്ങ് വേര്, പൊയ്ക്കാൽ വേര്, പറ്റ് വേര് എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ മുകളിൽ, അതായത് ശിഖരത്തിൽ നിന്ന് താഴേക്ക് വളരുന്നതാണ് താങ്ങ് വേരുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈ പേരയിലൊക്കെ കണ്ടാൽ അറിയാമല്ലോ, താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വള്ളികൾ, അത് അതിൻ്റെ വേരാണ്. അതിനെ എന്താണ് പ്രോപ്പർ റൂട്ട് അല്ലെങ്കിൽ താങ്ങ് വേരുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെയുള്ളതാണ് പൊയ്ക്കാൽ വേര്. അതിൻ്റെ എക്സാമ്പിളാണ് ഓർത്തിരിക്കേണ്ടത് ആറ്റുകൈത. ആറ്റുകൈയുടെ വേരെങ്ങനെയാണ്? പൊയ്ക്കാൽ വേരുകളാണ് കേട്ടോ. സ്റ്റിൽട്ട് റൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതെങ്ങനെയാണ്? തണ്ടിൽ നിന്നും താഴോട്ട് വളരുന്ന വേരുകളാണ്. തണ്ടിൽ നിന്നും താഴോട്ട് വളരുന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ SCERT കൊടുത്തിരിക്കുന്നത് ആറ്റുകൈതയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ മറ്റ് ചെടികളിലൊക്കെ ഇങ്ങനെ ചില സസ്യങ്ങൾ ഇങ്ങനെ പിടിച്ചു കയറുമല്ലോ, അങ്ങനെ സഹായിക്കുന്ന ആ റൂട്ടുകളെയാണ് പറ്റ് വേരുകൾ എന്ന് പറയുന്നത്. ഈ ഓർക്കിഡൊക്കെ കണ്ടിട്ടില്ലേ? ചില വേറെ സസ്യങ്ങളിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്തിലെങ്കിലും പുറത്തിങ്ങനെ പിടിച്ചിരിക്കുന്ന അതിനെയാണ് ആ പറ്റ് വേരെന്ന് പറയുന്നത് കേട്ടോ. അത് ഉദാഹരണം ഓർക്കിഡാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളിവിടെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൻ്റെ ആസ്ഥാനം ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോടാണ് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. അത്തരത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണിത്. നമുക്ക് നോക്കാം. കേരള കാർഷിക സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ്. കേരള കാർഷിക സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണുള്ളത്? കാസർഗോഡ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. കേരള കൈതച്ചക്ക ഗവേഷണ കേന്ദ്രമാണെങ്കിലോ അത് എറണാകുളം ജില്ലയിലെ വാഴക്കുളത്താണ് കേട്ടോ. കേരള കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ വാഴക്കുളത്താണ്. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം അതെവിടെയാണ്? പാലോടാണ് കേട്ടോ. TBGRI പാലോട് കേട്ടോ. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാടുള്ള അമ്പലവയലാണ് കേട്ടോ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം വയനാടുള്ള അമ്പലവയൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാർഷിക സർവകലാശാല ഗവേഷണ കേന്ദ്രങ്ങൾ ഇതൊക്കെ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ അതേ പേജിൽ കൊടുത്തിട്ടുള്ളതാണ് ഒരു പേരാണ് EK ജാനകി അമ്മാൾ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പഞ്ചസാരയുടെ മധുരം വർദ്ധിപ്പിക്കാൻ ഗുണമേന്മയുള്ള കരിമ്പ് വികസിപ്പിച്ചെടുത്ത ഒരു മലയാളി ശാസ്ത്രജ്ഞയാണ് EK ജാനകി അമ്മാൾ എന്ന് പറയുന്നത്. ഈ പേരൊന്ന് ഓർത്തുവരിക്കുക കേട്ടോ. പഞ്ചസാരയുടെ മധുരം വർദ്ധിപ്പിക്കാൻ ഗുണമേന്മയുള്ള കരിമ്പ് വികസിപ്പിച്ചെടുത്ത മലയാളി ശാസ്ത്രജ്ഞ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? EK ജാനകി അമ്മാളാണ്. ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? മുരിങ്ങ, ശീമക്കൊന്ന, കറിവേപ്പില. ഇതൊക്കെ SCERT ഫാക്റ്റുകളാണ്. ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? മുരിങ്ങ, ശീമക്കൊന്ന, കറിവേപ്പില. തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രചരണ രീതിയുടെ വിജയസാധ്യത പരമാവധിയാക്കാൻ ഉപയോഗിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ്? ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടോ. ഏതാണ് സസ്യ ഹോർമോൺ? ആക്സിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാനത് ഓക്സിൻ എന്നാണ് കേട്ടിട്ടുള്ളത്. ഇതിലെ നമ്മുടെ SCERT ആക്സിൻ എന്നാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. തണ്ടുപയോഗിച്ചിട്ടുള്ള കായിക പ്രചരണ രീതിയുടെ വിജയസാധ്യത പരമാവധിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സസ്യ ഹോർമോണിൻ്റെ പേരെന്താണ്? ഏതാണ്? ആക്സിൻ അല്ലെങ്കിൽ ഓക്സിൻ ആണ് കേട്ടോ. ഇനി ഇവിടെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് സങ്കര ഇനം തെങ്ങുകൾ കേട്ടോ. സങ്കര ഇനം തെങ്ങുകൾ കേട്ടോ. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇതിലേതെങ്കിലും ഒന്ന് പ്രിലിംസിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചന്ദ്രലക്ഷ ഏതൊക്കെയാണ് സംയുക്തമായിട്ടുള്ളതാണ്? ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും കൂടെ കൂട്ടിയിട്ടുള്ളതാണ് ചന്ദ്രലക്ഷ എന്ന് പറയുന്ന സങ്കര ഇനം തെങ്ങ്. ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചുമാണ് ചന്ദ്രലക്ഷ. അത് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഇനി ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും കൂടെ സംയുക്തമാക്കിയിട്ടുള്ളതാണ് ചന്ദ്രശങ്കര. ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളുമാണ് ചന്ദ്രശങ്കര. ഇനി ലക്ഷഗംഗ കിട്ടും. ലക്ഷദ്വീപും ഗംഗാബോന്തം. ലക്ഷദ്വീപ് ഓർഡിനറി, ഗംഗാബോന്തം. അത് ലക്ഷഗംഗ നമുക്ക് കിട്ടുമല്ലോ. ബാക്കി രണ്ടും കൂടെ പഠിച്ചിരിക്കുക. എന്നാൽ നമുക്ക് കുറച്ച് ശങ്കരീനം തന്നെ ആയാലും കുറച്ച് സങ്കരയിനം നോക്കിയാലോ? സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. മുളകിൻ്റെ സങ്കരയിനം ഏതൊക്കെയാണ്? ഉജ്ജ്വല, ജ്വാല, ജ്വാലാമുഖി, അനുഗ്രഹ, സമൃദ്ധി, തേജസ്. നമ്മൾ ഈ മുളക് കഴിച്ചാൽ വായന ജ്വാലയാണ് വരുന്നത് എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഉജ്ജ്വല, ജ്വാല, ജ്വാലാമുഖി ഏതാണ്? മുളകിൻ്റെ സങ്കരയിനം. പിന്നെന്താണ്? അനുഗ്രഹ, സമൃദ്ധി, തേജസ്. അനുഗ്രഹ, സമൃദ്ധി, തേജസ് ഏതിൻ്റെയാണ്? മുളകിൻ്റെയാണ്. മുളകിൻ്റെ. പയറിൻ്റെ ഏതൊക്കെയാണ്?
ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, കൈരളി, ശാരിക. ആരൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, കൈരളി, ശാരിക തുടങ്ങിയതാണ് പയറിൻ്റെ സങ്കര ഇനമായിട്ട് ഇവിടെ പറയുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നെല്ലിൻ്റെയാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. അതും അന്നപൂർണ്ണയാണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത്. നെല്ലിൻ്റെ ഏതൊക്കെയാണ് സങ്കര ഇനം? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ ഏതിൻ്റെ സങ്കര ഇനമാണ്? നെല്ലിൻ്റെ. ഇനി അടുത്തത് തെങ്ങ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, അതുപോലെ തന്നെ കൊച്ചിൻ ചൈന, കാപ്പാടം ഇത്രയും പഠിച്ചിരിക്കുക. തെങ്ങിൻ്റെ സങ്കരയിനം ഏതൊക്കെയാണ്? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, കൊച്ചിൻ ചൈന, കാപ്പാടം. ഇനി അടുത്തത് വെണ്ടയുടെ ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, ആനക്കൊമ്പൻ. ആനക്കൊമ്പൻ ചോദിക്കാറുള്ളതാണ് കേട്ടോ. കിരണം സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, ആനക്കൊമ്പൻ തുടങ്ങിയവ എന്തിൻ്റെയാണ്? വെണ്ടയുടെ സങ്കരയിനങ്ങളാണ്. തെങ്ങ്, വെണ്ട, പയർ, തക്കാളി, പാവൽ ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. വഴുതനയുടെ ആണെങ്കിലോ സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ഹരിത ഒരു പരസ്യം ഉണ്ടല്ലോ അല്ലേ, പെട്ടെന്ന് അത് ഓർമ്മയിലേക്ക് വന്നു. അപ്പോൾ വഴുതനയുടെ സങ്കരയിനം ഏതൊക്കെയാണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ തുടങ്ങിയവയാണ് വഴുതനയുടെ സങ്കരയിനം. തക്കാളി ആണെങ്കിലോ മുക്തി, അനഘ, അക്ഷയ, ശക്തി. മുക്തി, അനഘ, അക്ഷയ, ശക്തി, തക്കാളി. മുക്തി, അനഘ, അക്ഷയ, ശക്തി, തക്കാളി. പാവലിൻ്റെയാണ് പ്രീതി, പ്രിയങ്ക, പ്രിയ. സിമ്പിളാണല്ലേ. പ്രീതി, പ്രിയങ്ക, പ്രിയ, പാവൽ. പ്രീതി, പ്രിയങ്ക, പ്രിയ, പാവൽ കേട്ടോ. ഇത് പാവലിൻ്റെയും വെണ്ടയുടെയും പിന്നെ അതുപോലെ തന്നെ പയറിൻ്റെയും നെല്ലിൻ്റെയും മുളകിൻ്റെയും നന്നായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. സ്ഥിരമായിട്ട് അങ്ങനെയുള്ളതൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഇനി നമുക്ക് കുറച്ച് കൾച്ചർ അതിൻ്റെ പേരുകളും പഠിച്ചിരിക്കുക കേട്ടോ. മത്സ്യകൃഷിക്ക് എന്ത് പറയുന്നു? പിസി കൾച്ചർ എന്നാണ് പറയുന്നത് കേട്ടോ. മത്സ്യകൃഷിക്ക് പിസി കൾച്ചർ എന്നാണ് പറയുന്നത്. പട്ടുനൂൽ പുഴു വളർത്തലാണെങ്കിൽ അതിനെ സിറി കൾച്ചർ എന്ന് പറയുന്നു. പട്ടുനൂൽ പുഴു വളർത്തലാണെങ്കിൽ സിറി കൾച്ചറാണ്. പുഷ്പകൃഷിക്കാണെങ്കിൽ ഫ്ലോറി കൾച്ചർ എന്ന് പറയും. പുഷ്പകൃഷിക്കാണെങ്കിൽ ഫ്ലവർ, ഫ്ലോറി കൾച്ചർ കേട്ടോ. തേനീച്ച വളർത്തലാണെങ്കിൽ എപ്പി കൾച്ചർ. തേനീച്ച വളർത്തലാണെങ്കിൽ എപ്പി കൾച്ചർ. മുയൽ വളർത്തലാണെങ്കിലോ അതിനെ ക്യൂണി കൾച്ചർ എന്ന് പറയുന്നു. മുയൽ ക്യൂണി. മുയൽ ഇപ്പോഴും ഇങ്ങനെ കുന്നുകൊണ്ടല്ലേ നടക്കുക, അപ്പോൾ ക്യൂണി എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. മുയൽ വളർത്തൽ ക്യൂണി കൾച്ചർ. കൂൺ കൃഷിയാണെങ്കിൽ അതിന് മഷ്റൂം കൾച്ചർ എന്നാണ് പറയുന്നത്. കോഴി കൃഷിക്ക് പൗൾട്രി ഫാമിംഗ് എന്നും കന്നുകാലി വളർത്തലിന് ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്നുമാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കൃഷി രീതികളും കൂടെ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതിയെടുക്കണേ. താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കൃഷി, ജയിൽ, വനമാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത്. ഇതെല്ലാം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. ഏതൊക്കെയാണ്? അന്താരാഷ്ട്ര നിയമങ്ങൾ, നയതന്ത്രം, പ്രതിരോധം, ഇലക്ഷൻ, ലോട്ടറി, വരുമാന നികുതി, വിദേശകാര്യം, പൗരത്വം, റെയിൽവേ തുടങ്ങിയവ എന്തിൽ പെടുന്നു? യൂണിയൻ ലിസ്റ്റിൽ പെടുന്നു. എന്തായാലും ലിസ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉറപ്പാണ് കേട്ടോ. മിക്കവാറും പ്രിലിംസിന് ചോദിക്കാറുണ്ട് ലിസ്റ്റുകൾ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ലിസ്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഈ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള നിയമനിർമ്മാണ വിഷയങ്ങളെ മൂന്നാക്കിയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അത് കേന്ദ്രത്തിനുള്ളത്, പിന്നെന്താണ് സംസ്ഥാനത്തിനുള്ളത്, പിന്നെ രണ്ടിലും പെടുന്നത്. അങ്ങനെയാണ് മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റിന് അല്ലെങ്കിൽ സമാവർത്ത ലിസ്റ്റ് എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. സമാവർത്ത ലിസ്റ്റ് അതെന്താണ്? കൺകറൻറ്റ് ലിസ്റ്റാണ് കേട്ടോ. അതിൻ്റെ മലയാളം വേർഡാണ്, അതൊന്ന് ഓർത്തിരിക്കുക. സമാവർത്ത ലിസ്റ്റ് കേട്ടോ. ഇനി ലിസ്റ്റ് ഉൾപ്പെടുന്ന പട്ടിക ഏതാണ്? ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ലിസ്റ്റ് 7ാം പട്ടികയിലാണ് കേട്ടോ ഉൾപ്പെടുന്നത്. ലിസ്റ്റ് എവിടെയാണ്? 7ാം പട്ടികയിലാണ് ഉൾപ്പെടുന്നത്. ഇനി ഭരണഘടന നിലവിൽ വന്നപ്പോൾ യൂണിയൻ ലിസ്റ്റിലുണ്ടായിരുന്നത്, ഭരണഘടന നിലവിൽ വന്നപ്പോൾ യൂണിയൻ ലിസ്റ്റിലുണ്ടായിരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് 97 ആയിരുന്നു. ജസ്റ്റ് അറിഞ്ഞു വെക്കുക കേട്ടോ. ഭരണഘടന നിലവിൽ വന്നപ്പോൾ യൂണിയൻ ലിസ്റ്റിലുണ്ടായിരുന്ന വിഷയങ്ങളുടെ എണ്ണം 97 ആയിരുന്നു. നിലവിലത് 98 ആണ് കേട്ടോ. നിലവിലത് 98 ആണ്. അതേപോലെ തന്നെ നമ്മളുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് 66 ആണ്. 66. നിലവിലത് 59 ആണ് കേട്ടോ. നിലവിലത് 59 ആണ്. അറിഞ്ഞിരിക്കുക കേട്ടോ. കേട്ടിട്ടില്ല അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കുക.
ഇനി അടുത്തത് കൺകറൻറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന വിഷയങ്ങൾ ഭരണഘടന നിലവിൽ വന്നപ്പോൾ അത് 52 നിലവിലത് 47 കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ഭരണഘടന നിലവിൽ വന്ന സമയത്ത് യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങളുണ്ടായിരുന്നു, നിലവിലത് എന്തായി 98 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 66 ഉണ്ടായിരുന്ന വിഷയങ്ങൾ, നിലവിലത് 59 വിഷയങ്ങളായിട്ടുണ്ട്. അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റിൽ 57 വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, 52 വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അത് പിന്നെ എന്തായി 47 വിഷയങ്ങളാണ് നിലവിൽ ഉള്ളത് കൺകറൻറ്റ് ലിസ്റ്റിൽ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് നോക്കാം. എന്തൊക്കെയാണുള്ളത്? മദ്യം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, ചൂതാട്ടം, ജയിൽ ചോദിക്കാറുണ്ട്, കൃഷി ചോദിക്കാറുണ്ട്, പോലീസ്, ക്രമസമാധാനം, പോലീസും ചോദിക്കാറുണ്ട്, ക്രമസമാധാനം, പൊതുജനാരോഗ്യം, പഞ്ചായത്തി രാജ്, തദ്ദേശ സ്വയംഭരണം, മൃഗസംരക്ഷണം, ലൈബ്രറി, മ്യൂസിയം, കെട്ടിട നികുതി, ഭൂനികുതി, അതുപോലെ തന്നെ ഇത്രയുമാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നത്. എന്തൊക്കെയാണ്? മദ്യം, ചൂതാട്ടം, ജയില്, കൃഷി, പോലീസ്, ക്രമസമാധാനം, പൊതുജനാരോഗ്യം, പഞ്ചായത്തി രാജ്, തദ്ദേശ സ്വയംഭരണം, മൃഗസംരക്ഷണം, ലൈബ്രറി, മ്യൂസിയം, കെട്ടിട നികുതി, അതുപോലെ തന്നെ ഭൂനികുതി. ഇത്രയുമാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളെന്ന് പറയുന്നത്. അതിൽ മദ്യം, ജയില്, പോലീസ്, കൃഷി, പൊതുജനാരോഗ്യം, പഞ്ചായത്തി രാജ്, പിന്നെ കെട്ടിട നികുതി, ഭൂനികുതി ഇതെല്ലാം ചോദിച്ച് കാണാറുള്ളതാണ് കേട്ടോ. ഇതെന്തായാലും പഠിച്ചിരിക്കുകയാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. ഇനി നമുക്ക് പോവാം കൺകറൻറ്റ് ലിസ്റ്റിൽ. ഏതൊക്കെയാണ് കൺകറൻറ്റ് ലിസ്റ്റിലുള്ളത്? ട്രേഡ് യൂണിയനുകൾ, വന്യജീവി സംരക്ഷണം, വിവാഹം, വൈദ്യുതി, വിദ്യാഭ്യാസം, വനം, ജനന മരണ രജിസ്ട്രേഷൻ, മായം ചേർക്കൽ. ഇപ്പം അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മായം ചേർക്കലായിരുന്നു കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ജനനസംഖ്യാ നിയന്ത്രണം, വൈദ്യുതി, കുടുംബാസൂത്രണം, ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം, അളവ് തൂക്കം, വില നിയന്ത്രണം, ക്രിമിനൽ നിയമം, ഉൾനാടൻ ജലഗതാഗതം, പത്രം തുടങ്ങിയവ എന്തിൽ ഉൾപ്പെടുന്നു? നമ്മുടെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഈ കൺകറൻറ്റ് ലിസ്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് വൈദ്യുതി ചോദിക്കാറുണ്ട്, വന്യജീവി സംരക്ഷണം ചോദിക്കാറുണ്ട്, വനം, വിദ്യാഭ്യാസം ചോദിക്കാറുണ്ട്, മായം ചേർക്കൽ ഇപ്പോൾ ചോദിച്ച് കാണുന്നുണ്ട്, വൈദ്യുതി ചോദിക്കാറുണ്ട്, പത്രം ചോദിക്കാറുണ്ട്, പിന്നെ അളവ് തൂക്കം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് കൺകറൻറ്റ് ലിസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് പരത്തി കൊടുത്തിട്ടാണ് ചോദിക്കാറുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മുഴുവനും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് പോവാം യൂണിയൻ ലിസ്റ്റിലേക്ക്. ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത്? റെയിൽവേ, ഇലക്ഷൻ, ലോട്ടറി, UPSC, കോർപ്പറേറ്റ് നികുതി, വരുമാന നികുതി, സെൻസസ്, ബാങ്കിങ്, ഇൻഷുറൻസ്, യുദ്ധം, പോസ്റ്റ് ഓഫീസ്, തപാല്, അന്താരാഷ്ട്ര നിയമങ്ങൾ, നയതന്ത്രം, പ്രതിരോധം, വരുമാന നികുതി തുടങ്ങിയവയ്ക്ക് എന്തിൽ പെടുന്നു? കഴിഞ്ഞില്ല. ആണവോർജം, സെൻസസ്, ബാങ്കിങ്, ഇൻഷുറൻസ് ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും എന്തിൽ പെടുന്നു? നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നു. ഇതിൽ റെയിൽവേ ചോദിക്കാറുണ്ട്, ലോട്ടറി ചോദിക്കാറുണ്ട്, സെൻസസ്, ബാങ്കിങ്, ഇൻഷുറൻസ് ചോദിക്കാറുണ്ട്, പോസ്റ്റ് ഓഫീസും തപാലും ചോദിച്ചു കണ്ടിട്ടുണ്ട്, പിന്നെ ആണവോർജം ചോദിച്ചിട്ടുണ്ട്, സെൻസസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പ്രതിരോധം ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് യൂണിയൻ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനും പഠിക്കണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ പരത്തി കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ മുഴുവനും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഓർത്തിരിക്കുക, സൈബർ നിയമങ്ങൾ, സൈബർ ലോസ് ഇതിലൊന്നിലും പെടാതെ നിൽക്കുന്ന വിഷയമാണ്. അത് ഉൾപ്പെടുന്നത് അവശിഷ്ട അധികാരത്തിലാണ് കേട്ടോ. അവശിഷ്ട അധികാരങ്ങളിലാണ്. 3 ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? അവശിഷ്ട അധികാരത്തിലാണ്. അത്തരത്തിലുള്ളതാണ് സൈബർ ലോ എന്ന് പറയുന്നത്, സൈബർ നിയമങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഇതിൽ ഈ അവശിഷ്ടാധികാരത്തിൽ നിയമം നിർമ്മിക്കാനുള്ള അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ കേട്ടോ. അറിഞ്ഞിരിക്കുക, കേന്ദ്ര ഗവൺമെൻറ്റിനാണ് നമ്മുടെ ഈ അവശിഷ്ടാധികാരത്തിൽ നിയമം നിർമ്മിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അവശിഷ്ടാധികാരം ഇമ്പോർട്ടൻ്റ് ആണ്, അതും ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല ക്ലാസ്സാണ്, ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടി. ഇതൊക്കെ പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോൾ ഇതെല്ലാം അറിയാത്തതുണ്ടെങ്കിൽ അതിലെല്ലാം ഷോർട്ട് നോട്ടിൽ എഴുതി വയ്ക്കുക, പഠിക്കുക കേട്ടോ. നന്നായിട്ട് റിവിഷൻ ചെയ്യുക കേട്ടോ. അപ്പോഴേ പഠിച്ചതെല്ലാം വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുക. പിന്നെ മാത്സ് കൂട്ടത്തിൽ നോക്കാൻ മറക്കരുത് കേട്ടോ. മാത്സ് സിമ്പിളാണ് എന്ന് പറഞ്ഞിരിക്കരുത്. മാത്സ് കൂട്ടത്തിൽ നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരു ദിവസം എന്തായാലും മാത്സും കൂടെ ഉൾപ്പെടുത്തുക. പിന്നെ മെയിൻസിനും കൂടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക കേട്ടോ. ഇനി ക്ലാസ്സസ് ഇടാം, വഴിയെ ഇടാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാവേ. Thank you.